അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വർഷത്തെ പൊതുപരീക്ഷയുടെ താരീഖിൻ്റെ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിലേക്ക് കടക്കാം. ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം അഥവാ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് ഉള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഫാത്തിമ ബീവിയുടെ മകനാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം ഹസൻ റളിയല്ലാഹു അൻഹു. പാഠം 1 അതുള്ളത്. പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്നാണ് എൻ്റെ പാഠത്തിൻ്റെ പേര്. 2, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് എത്ര വയസ്സായിരുന്നു? ആൻസർ 17 വയസ്സ്. അത് 4ാമത്തെ പാഠം, വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നുള്ള പാഠത്തിലാണ്. 3ാമത്തെ ചോദ്യം, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്ത് ഹിജ്റ വർഷം എത്രയാണ് എന്നുള്ളത്. എത്രയാണ്? ഹിജ്റ 13ാം വർഷത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. അത് അശ്റത്തുൽ മുബശ്ശറ എന്ന 3ാമത്തെ പാഠത്തിൽ നമ്മൾ ആ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. 4ാമത്തെ ചോദ്യം, മുശ്രിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി ഡാഷ്. ആരാണ്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. 8ാമത്തെ പാഠം, പിതാവിനും വിശ്വാസത്തിനും ഇടയിൽ എന്നുള്ളൊരു പാഠമുണ്ടല്ലോ, ആ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉള്ളത്. 5ാമത്തെ ചോദ്യം, നികുതി നിഷേധ സമരം നടത്തി ഡാഷ്. ആരാണ്? ഉമർ ഖാളി റളിയല്ലാഹു അൻഹു. അത് പാഠം 19, വെളിയങ്കോട് ഉമർ ഖാളി ഖുദ്ദിസ സിർറുഹു എന്നുള്ള പാഠത്തിൽ നിന്നാണ്. 6ാമത്തെ ചോദ്യം, ഖാളി മുഹമ്മദ് എന്നവരുടെ ഖബർ എവിടെയാണ് എന്നുള്ളത്. എവിടെയാണ്? കോഴിക്കോട് കുറ്റിച്ചിറയിലാണ് അല്ലേ? കുറ്റിച്ചിറ എന്നാണ് ആൻസർ. അത് 18ാമത്തെ പാഠം, ഖാളി മുഹമ്മദ് ഖുദ്ദിസ സിർറുഹു എന്നുള്ള പാഠത്തിലുണ്ട്. 7ാമത്തെ ചോദ്യം, അഷേഖ് സൈനുദ്ദീൻ അബൂ യഹ്യ ഡാഷ്. ഇനി ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അതേതാണ്? മഖ്ദൂം ഒന്നാമൻ അല്ലേ? ആൻസർ മഖ്ദൂം ഒന്നാമൻ. മഖ്ദൂം ഒന്നാമൻ്റെ പേരാണ് അഷേഖ് സൈനുദ്ദീൻ അബൂ യഹ്യ എന്ന്. അത് പാഠം 15, മഖ്ദൂം ഒന്നാമൻ എന്നുള്ള പാഠത്തിൽ നിന്നാണ്. അടുത്തത് ശരി അടയാളപ്പെടുത്താം. ഓരോ ചോദ്യത്തിനും 3 ഓപ്ഷനുണ്ട്. അതിൽ നിന്നും ശരിയായത് അടയാളപ്പെടുത്താനാണ്. 1ാമത്തെ ചോദ്യം, ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസം മുഹറം, ഷഅബാൻ, ഷവ്വാൽ. ഇതിലേതാണ്? ഷഅബാൻ മാസത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. കർബലയിൽ അണഞ്ഞ താരം എന്ന 2ാമത്തെ പാഠത്തിലാണ് ഈ ചോദ്യമുള്ളത്. 2ാമത്തെ ചോദ്യം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് ആത്തിക്ക, ഉമ്മു കുൽസൂം, ഫാത്തിമ. ആരാണ്? ആത്തിക്ക എന്നവരാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. അത് 5ാമത്തെ പാഠം, ഒരു പ്രാർത്ഥനയുടെ ഫലം. സഈദ് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്ന ഒരു പാഠമുണ്ടല്ലോ, ആ പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യമുള്ളത്. 3, അൽ ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം മക്ക, മദീന, ഇറാഖ്. ഏതായിരുന്നു ഖിലാഫത്തു റാഷിദയുടെ ഭരണ തലസ്ഥാനം? അത് മദീനയായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്ത് എന്ന 10ാമത്തെ പാഠത്തിലാണ് ഈ ചോദ്യമുള്ളത്. 4, സുബൈർ ബിൻ അൽ-അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ് നഫീസ, ആയിഷ, അസ്മാ. ഏതാണ് ആൻസർ? അസ്മാ ബീവി. അത് 6ാമത്തെ പാഠം, ഹവാരിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം. 5, മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി
ബഹാദർ ഷാ, ഹുമയൂൺ, അക്ബർ. ഏതാണ് ആൻസർ? ബഹാദർ ഷാ. ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്ന 11ാമത്തെ പാഠത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. 6 സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കണ്ണിയത്ത് ഉസ്താദ്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. ആരാണ്? ആൻസർ ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ. അത് 20ാമത്തെ പാഠം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത്. ഇനി പൂർത്തിയാക്കാം, വിട്ട ഭാഗം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. 1ാമത്തെ ചോദ്യം, സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് ഡാഷ് ആയിരുന്നു. എന്താണ് അവിടെ പൂർത്തിയാക്കേണ്ടത്? സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന 20ാമത്തെ പാഠത്തിലുണ്ട്. 2ാമത്തെ ചോദ്യം, ഹിജ്റ ഡാഷ് വർഷം ഡാഷിൽ ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. ഹിജ്റ 3-ാം വർഷം റമളാനിൽ ആയിരുന്നു ഹസൻ റളിയല്ലാഹു അൻഹു ജനിച്ചത്. പാഠം 1 പ്രിയപ്പെട്ട കൊച്ചുമകൻ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട് ഈ വിഷയം. 3ാമത്തെ ചോദ്യം, തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് ഡാഷ് വിൻ്റെ ഡാഷ് ശപഥം ചെയ്തു. ഇത് 4ാമത്തെ പാഠം വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്ന സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പാഠത്തിലാണ് പറയുന്നത്. തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ, എന്താണ് അവിടെ ചേർത്തി കൊടുക്കേണ്ടത്? സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഡാഷ് ശപഥം ചെയ്തു. ആരാണ് ശപഥം ചെയ്തത്? ഉമ്മ ശപഥം ചെയ്തു. 4 ഔറംഗസീബ് ഡാഷ് മുതൽ ഡാഷ് വരെ ഇന്ത്യ ഭരിച്ചു. ഇത് 11ാമത്തെ പാഠം ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്നുള്ള പാഠമുണ്ടല്ലോ, അതിൽ മുഗൾ ഭരണകൂടത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഔറംഗസീബിനെ കുറിച്ച് പറയുന്നുണ്ട്. ഔറംഗസീബ് 1658 മുതൽ, എത്രയാണ്? 1658 മുതൽ 1707 വരെ ഇന്ത്യ ഭരിച്ചു. 5ാമത്തെ ചോദ്യം, മാലിക് ബിൻ ദീനാർ ഡാഷ് താമസിക്കുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും ചെയ്തു. 13ാമത്തെ പാഠം കേരളത്തിലെ ഇസ്ലാമിക വ്യാപനം എന്നുള്ള പാഠമുണ്ടല്ലോ, ആ പാഠത്തിലാണ് പറയണത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും, ഡാഷ് എവിടെയാണ് താമസിച്ചത്? കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു, അതാണ് ചേരമാൻ പള്ളി. ഇനി അടുത്തത് ഉത്തരം എഴുതാം. അതിൽ 1ാമത്തെ ചോദ്യം, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തില്ല, കാരണം എന്ത്? 7ാമത്തെ പാഠം സ്വർഗം ഉറപ്പാക്കിയ മഹാൻ എന്നുള്ള പാഠമുണ്ടല്ലോ, ആ പാഠത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. എന്തായിരുന്നു? കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നു ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. 2ാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര്? എന്താണ് ആൻസർ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്. ഇത് 9ാമത്തെ പാഠം ഉദാരമതി എന്നുള്ള പാഠമുണ്ട്, ആ പാഠത്തിലുണ്ട് ഈ വിഷയങ്ങൾ. 3ാമത്തെ ചോദ്യം, ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്ത്? ചേരമാൻ പെരുമാൾ മക്കയിലേക്ക് പോയി, ചന്ദ്രൻ പിളർത്തിയത് കണ്ടിട്ട് എന്ത് ചെയ്തു? മക്കയിലേക്ക് പോയി.
അങ്ങനെ മക്കയിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും അവിടുന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. എന്താണ് പേര് സ്വീകരിച്ചത്? താജുദ്ദീൻ. താജുദ്ദീൻ. തിരിച്ചു വരുന്ന സമയത്ത് ലിഫാർ എന്ന സ്ഥലത്ത് വെച്ച് വഫാത്താവുകയും ചെയ്തിട്ട് അദ്ദേഹം. ഇത് 12ാമത്തെ പാഠം, ഇസ്ലാം കേരളത്തിൽ എന്ന പാഠത്തിൽ പറയുന്നുണ്ട് ഈ വിഷയം. 4. മഖ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആര്? മഖ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ആര്? ഷെയ്ഖ് സൈനുദ്ദീൻ അബൂ യഹ്യ റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരാണ് മഖ്ദൂം ഒന്നാമൻ. ഇത് 15ാമത്തെ പാഠം മഖ്ദൂം ഒന്നാമൻ എന്നുള്ള പാഠത്തിൽ പറയുന്നുണ്ട്. ഈ ചോദ്യം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്, നമ്മൾ ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ പറഞ്ഞു കൊടുത്ത്. 5. 1957 മുതൽ 1996 വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര്? ആൻസർ ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ. അവസാനത്തെ പാഠം സമസ്തയുടെ നായകന്മാർ എന്നുള്ള പാഠത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. 6. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത്? എന്താണ് ആൻസർ? ഡൽഹി ജുമാ മസ്ജിദ്. ഷാജഹാൻ നിർമ്മിച്ച ഡൽഹി ജുമാ മസ്ജിദ്. അത് 11ാമത്തെ പാഠം ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്നുള്ള പാഠത്തിലുണ്ട്. അവിടെ മുഗൾ ഭരണകൂടമാണല്ലോ ഏറ്റവും പ്രശസ്തമായത്. അവർ ഇന്ത്യക്ക് കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഡൽഹി ജുമാ മസ്ജിദ്. 7. മദാഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് മദാഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത്. 4ാമത്തെ പാഠം വാശിയെ തോൽപ്പിച്ച വിശ്വാസം എന്നുള്ള പാഠത്തിലുണ്ട് ഈ വിഷയം. 8. സഈദ് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു വഫാത്തായത് എവിടെ വെച്ച്? ആൻസർ അഖീഖ് എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം വഫാത്തായത്. ഇത് 5ാമത്തെ പാഠം ഒരു പ്രാർത്ഥനയുടെ ഫലം. ആ പാഠത്തിലുണ്ട് ഇതിൻ്റെ വിഷയങ്ങൾ. വ്യക്തമാക്കാം. അശറത്തുൽ മുബശ്ശറയിൽ നിന്ന് ഹുജ്റത്തു ഷരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ 2 പേരാണുള്ളത്. 1 അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 2 ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് 3ാമത്തെ പാഠം അശറത്തുൽ മുബശ്ശറ എന്നുള്ള 10 സ്വഹാബികളെ സ്വർഗം ഉറപ്പാക്കിയ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികളെ കുറിച്ച് പറയുന്ന ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നല്ല നോക്കണം. 2 അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ. ആൻസർ ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലിയാണ് അറക്കൽ രാജകുടുംബം സ്ഥാപിച്ചത്. ഇത് 13ാമത്തെ പാഠം കേരളത്തിലെ ഇസ്ലാമിക വ്യാപനം എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. കാരണം കേരളത്തിലെ മുസ്ലിം ഭരണകൂടങ്ങൾ എന്തായി, ഒരു ഭരണകൂടം തന്നെ ഉണ്ടായി. അതാണെന്ത്? അറക്കൽ രാജകുടുംബം എന്നൊക്കെ പറഞ്ഞിട്ട്. 3 മഖ്ദൂം രണ്ടാമൻ ജനിച്ച ഹിജ്റ വർഷം, സ്ഥലം. ഹിജ്റ 938 മഖ്ദൂം രണ്ടാമൻ ജനിച്ചത്. മാഹിക്കടുത്ത ചോമ്പാലിലാണ് മഖ്ദൂം രണ്ടാമൻ ജനിച്ചത്. ഇത് 16ാമത്തെ പാഠം മഖ്ദൂം രണ്ടാമൻ എന്നുള്ള പേരിൽ തന്നെ പാഠമുണ്ട്. ആ പാഠത്തിലുണ്ട് ഈ വിഷയങ്ങളെല്ലാം. ഇനി 4ാമത്തെ ചോദ്യം, മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ. പിതാവ് മുഹമ്മദ് ബിൻ സഹിൽ റഹ്മത്തുള്ളാഹി അലൈഹി, മാതാവ് ഫാത്തിമ ബിൻത്ത് അലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഇത് 17ാമത്തെ പാഠം സയ്യിദ് അലവി മമ്പുറമിയ ഖുദ്ദിസ സിർറുഹു എന്നുള്ള പാഠത്തിലുണ്ട്. 5 അലവി കുടുംബം, അതിനെ വ്യക്തമാക്കാനാണ്. എന്താണ് ആൻസർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 11ാം പേരമകനായ അലവി ബിൻ ഉബൈദില്ല റഹ്മത്തുള്ളാഹി അലൈഹി എന്നവരുടെ
കുടുംബ പരമ്പരയാണ് ബഅലവി കുടുംബം. ഇതാണ് നമ്മൾ ഈ ചോദ്യപേപ്പറിൽ. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.